നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നലെ ഒരുവിധം അംഗീകരിച്ച ഇന്നലെ. പക്ഷെ അതിനു മുൻപ് ഈ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പല പ്രാവശ്യം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞേക്കണതാ. ഇവിടെ ഇതുവരെയായിട്ട് ഒരു ഫെൻസിങ്ങും ഇല്ല. ഫെൻസിങ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ഇവിടെ 8 വാച്ചർമാരെ നിയമിക്കാമെന്നും പറഞ്ഞിട്ട് പണ്ട് ഒരു DF പറഞ്ഞിട്ട് പോയതാ. DF വാച്ചർമാരെ നിയമിച്ചു, 4 മാസം അവർക്ക് ശമ്പളം ഇല്ലാതെ നടന്നു, അവർ പിരിഞ്ഞു പോയത്. വഴിവിളക്കില്ലല്ലോ. വഴിവിളക്ക് നിലവിലില്ല. ഇന്നലെ ഇപ്പോൾ KC ബോർഡുകാർ വന്നിട്ട് തൽക്കാലത്തേക്കൊരു ലൈറ്റ് ഇട്ടു. എനിക്കൊന്നും വഴിവിളക്ക് ഉണ്ടായിരുന്നു, അത് അതിൻ്റെ എന്താ പറയുക ക്ഷമത കുറവ് കാരണം അത് ഒന്നും തെളിയുന്നില്ല. ഇപ്പോൾ 1 മാസം ആയിട്ടില്ല ഈ റോഡിലെല്ലാം വിളക്കുണ്ടായിരുന്നു. ആ വിളക്ക് തെളിയാൻ യോഗ്യമല്ല. അതാണ് ഏതോ ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരിക്കും, അത് ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല, ആർക്കും അതുകൊണ്ട് ഗുണം കിട്ടിയിട്ടില്ല. കിടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുഴിച്ചാൽ ആന ഒരു പരിധിവരെ ഈ റോഡിലേക്കും മറ്റുമൊക്കെ ഇറങ്ങുന്നത് ഒഴിവാക്കാം എന്നൊരു ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതും ഉണ്ടായിരുന്നില്ല അല്ലേ? കിടങ്ങ് ഇവിടെ നമ്മുടെ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് അനുവദിച്ചുള്ള 3 മാസമായി ഇതവിടെ പിണോർക്കുടി സെറ്റിൽമെൻറ്റിലേക്ക് കിടങ്ങ് അനുവദിച്ചിട്ട്. ഇവിടെ ഇരിക്കുന്ന ആറോടെ അനാസ്ഥ കാരണമാണ് അത് വർക്ക് നടക്കാതെ കിടക്കുന്നത്. MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് 3 മാസം മുൻപ് വർക്ക് അനുവദിച്ച് കിടക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആറോടെ അനാസ്ഥ കാരണമാണ് ആ വർക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത്. ഓരോ പ്രദേശത്തേക്ക് ഇത് തന്നെയാണ് ഫോറസ്റ്റിൻ്റെ ഇത്. ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാമെന്നാണ് അവർ കണ്ടെത്തിയേക്കുന്നത് നടപടികൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് നടക്കുമെന്നുള്ള കാര്യം എന്തെങ്കിലും ഉറപ്പുണ്ടോ? കാരണം ഇത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പറയും, അതിനുശേഷം പിന്നീട് അത് മറന്നുപോകും. അതങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഈ സമയം വരെ അങ്ങനെ ഉണ്ടായുള്ളൂ. അവർ ആവത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ആവത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അവർ തിരിഞ്ഞു നോക്കാൻ അങ്ങനെ പരിസരത്തേക്ക് പോകില്ല. ഇതൊക്കെ ഈ രാത്രി എപ്പോഴും ഈ സ്ഥലത്തേക്ക് ഒരു വണ്ടി പോലും ഇല്ലാത്ത സ്ഥലമാണ്. അത് എപ്പോഴും ഒറ്റയ്ക്ക് പോണേ. അവിടെ ആകുമ്പോഴുള്ള ടെൻഷനും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുക. അത് ഉപയോഗിക്കാൻ രീതിയിലുള്ള ബാറ്ററി പോലും ഇല്ല. ആ ബാറ്ററി എവിടെയൊന്നും പോലും ആർക്കും അറിയാൻ പാടില്ല. ഇവിടുന്ന് ആ ബാറ്ററി എല്ലായിടത്തും കൊണ്ടുപോയി അങ്ങോട്ടാ മാറ്റി വെച്ചേക്കണമെന്ന് അറിയാൻ പാടില്ല. അവർ സമയമില്ല അതിന്. ഇവർക്ക് ഉദ്യോഗസ്ഥന്മാരും വാച്ചർമാരുണ്ടാകാന്ന് പറഞ്ഞ് ഒറ്റ വാച്ചർമാർ 2-3 വാച്ചർമാരുണ്ട്. അവർ പകൽ സമയത്തും അവിടെ പോയിട്ട് പിന്നെ ആ പരിസരത്തേക്ക് ഒരു സ്ഥലത്തേക്കും പോകില്ല. അവർ രാവിലെ 10 മണി വരെ ഉണ്ടാവും ഇവിടെ വാച്ചർമാരുണ്ടാവും. അതുപോലെ ഒരു ഉപകാരമായിരിക്കും ആ കാട്, 2 സൈഡ് കാട് കാരണം ഇങ്ങനെ പൊങ്ങി എന്നിട്ട് നമുക്ക് ഒരു കാരണത്തിലും ഒരു ആന എവിടെ നിന്നാൽ കാണാൻ പറ്റില്ല അല്ലേ? അതൊന്ന് പോലെ കാട് കയറി നിൽക്കുകയാണ്. ഏതെങ്കിലും സൈറ്റിൽ ഒന്നര പഞ്ചായത്ത് ജയിക്കുകയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ജയിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് എവിടെയെങ്കിലും ആന നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് കാണാനെങ്കിലും കഴിയും. ഇത് പലതവണ ഞാൻ മാമലക്കണ്ണം ലോട്ടറി വയ്ക്കാൻ കയറി പോകണം, എല്ലാ ദിവസവും പോകണ്ടേ. അതിൽ മിക്കവാറും തന്നെ ആനയെ കൂട്ടിമുട്ടാറുണ്ട്. പക്ഷെ എൻ്റെ ഉപജീവനമായിട്ട് ഞാൻ 2 സൈഡ് നോക്കിപ്പോയാലും ഈ കാട് കാരണം ഒരു കാരണവശാലും നമുക്ക് അവിടെ പോകാൻ പേടിച്ചാൽ പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ